ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന പിക്സ്വൈൻ്റെ ടോക്കൺ അല്ലെങ്കിൽ പിക്സൽ വേഴ്സിൻ്റെ ടോക്കൺ ആയിട്ടുള്ള പിക്സ്വൈ എല്ലാ മേജർ എക്സ്ചേഞ്ചസിലും ഇന്ന് ലിസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു കോയിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $0.03 വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ്. വിഡ്രോവലിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, നമുക്ക് വിഡ്രോവൽ കിട്ടുന്നത്, എങ്ങനെയാണ് വിഡ്രോ അടിക്കുന്നത്, എത്ര ടോക്കണാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തൊരു ഇൻഫർമേഷൻ അറിയിക്കുക. നമ്മൾ മാക്സിമം എല്ലാ ഇൻഫർമേഷനും കവർ ചെയ്താണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ലോങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എങ്കിലും നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും മാറുള്ളൂ. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തുക. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ആദ്യം ടെലഗ്രാമിലാണ് ഷെയർ ചെയ്യാറുള്ളത്. നേരെ നമുക്ക് പിക്സ്വൈൻ്റെ എയർ ഡ്രോപ്പ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെയിനായിട്ട് കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ കാര്യം, ഇനി ആർക്കും പിക്സൽ വേഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇതുവരെ ജോയിൻ ചെയ്ത യൂസേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. പിക്സൽ ടാപ്പിൻ്റെ ബോട്ടിലും അതുപോലെ തന്നെ ഡാഷ്ബോർഡിലും 18 ജൂലൈ വരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർക്ക് മാത്രമേ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. ഇനി മുതൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് എയർ ഡ്രോപ്പ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ പിന്നീട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കിട്ടുന്നത് NFT ആയിട്ടാണ് എയർ ഡ്രോപ്പ്. കറക്റ്റ് നമുക്ക് പിക്സ്വൈ ആയിട്ടല്ല കിട്ടുന്നത്, NFTകളായിട്ടാണ് ആദ്യം എയർ ഡ്രോപ്പ് തരിക. പിന്നീട് അത് നമ്മളുടെ പിക്സ്വൈ ടോക്കണായിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുക. ആദ്യം തന്നെ പിക്സൽ ടാപ്പ് ബോട്ട്, അതായത് ടെലഗ്രാമിൽ നമ്മൾ മൈൻ ചെയ്ത ടോക്കണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ലെവലാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും മസ്റ്റായിട്ട് ലെവൽ 10 എത്തുക എന്നുള്ളത്. അപ്പോൾ ലെവൽ 10 എത്തിയവർക്കാണ് മാക്സിമം റിവാർഡ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ലെവൽ 1 കോമൺ NFT എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എന്താ പറയുക, ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സ്വത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതാണ് ഒന്നും അറിയാത്തവർക്ക് പറഞ്ഞതാണ് സിമ്പിളായിട്ട്. NFT എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ വേൾഡിലെ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു സ്വത്ത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ കോമൺ ലെവലാണ് ഏറ്റവും താഴെയുള്ളത്. അപ്പോൾ ഏറ്റവും വിലയില്ലാത്ത ഒരു NFT ലെവൽ 1 കിട്ടും. ലെവൽ 2 മുതൽ 4 വരെ ഉള്ളവർക്ക് അൺകോമൺ എന്താ പറയുക ലെവലിലുള്ള ഒരു NFT കിട്ടും. ലെവൽ 5 to 7 ഉള്ളവർക്ക് റെയർ ആയിട്ടുള്ള ഒരു NFT കിട്ടും. അതുപോലെ തന്നെ ലെവൽ 8 to 9 ഉള്ളവർക്ക് എപ്പിക് ആയിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് അല്ലെങ്കിൽ നമ്മളുടെ NFT കിട്ടും. ലെവൽ 10 ഉള്ളവർക്ക് ലെജൻഡറി ലെവലുള്ള ഒരു NFT കിട്ടും. അപ്പോൾ നിങ്ങളുടെ NFT എത്രത്തോളം നല്ലതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പിക്സ്വൈ ടോക്കണിൻ്റെ എണ്ണവും കൂടും എന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം ലെവൽ കൂടുതലാണോ അത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ്സ് കൂടുതലാണ്. അത്ര ഇതിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൂ. ഇനി ഡാഷ്ബോർഡിൻ്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ, ഡാഷ്ബോർഡിൽ പറയുന്നത് ദ നമ്പർ ഓഫ് ബോർഡ്സ് ആൻഡ് ദെയർ ക്യുമുലേറ്റീവ് ലെവൽസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡിലേക്ക് വരിക. ഞാനിപ്പോൾ PC യിലാണ് കാണിക്കുന്നത്, നിങ്ങൾ മൊബൈലിൽ യൂസ് ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വലുതാക്കി കാണിക്കാൻ വേണ്ടിയാണ് PC യിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ വന്നതിന് ശേഷം പെറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പെറ്റിനെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ചേഞ്ച് ബോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 5 ബോട്ടുകൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ 5 എണ്ണം പർച്ചേസ് ചെയ്യണം. അപ്പോൾ 5 ബോട്ടാണ് മാക്സിമം വാങ്ങാൻ പറ്റുക. 5നെയും പർച്ചേസ് ചെയ്യുന്നവർക്ക് മാക്സിമം എയർ ഡ്രോപ്പ് കിട്ടും. അതുപോലെ തന്നെ ആൻഡ് ദെയർ ക്യുമുലേറ്റീവ് ലെവൽസ് എന്ന് വെച്ചാൽ ആ ബോട്ടിൻ്റെ ലെവലപ്പ് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റായിട്ട് ഇവർ പറയുന്നത് കംപ്ലീറ്റിംഗ് ക്വസ്റ്റ് ഓൺ ഡെമോ പ്ലേ ഗ്രൗണ്ട്. എന്താണ് ഡെമോ പ്ലേ ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഡാഷ്ബോർഡിൽ ഉത്തരണ്ട്. ഡാഷ്ബോർഡിലേക്ക് വന്നിട്ട് ഡെമോ പ്ലേ ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നത് നമ്മളുടെ ടെലഗ്രാമിലുള്ള ടെലഗ്രാം ബോട്ടിലേക്കാണ്. അപ്ലൈ നൗ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നേരെ പോകുന്ന ടെലഗ്രാം ബോട്ടിലേക്കാണ്. അതിനർത്ഥം നമുക്ക് ടെലഗ്രാം ബോട്ടിൽ കുറേ അധികം ടാസ്കുകൾ ഉണ്ടായിരുന്നു അല്ലേ. ഞാൻ ഒരു വീക്ക് മുന്നേ എന്തോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ എല്ലാ ടാസ്കുകളും പിക്സൽ ടാപ്പിൻ്റെ ബോട്ടിലും ഡാഷ്ബോർഡിലും കംപ്ലീറ്റ് ആക്കാം എന്നുള്ള വീഡിയോ. അപ്പോൾ അത് കണ്ടവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മാക്സിമം റിവാർഡ് കിട്ടും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, NFTs വിൽ ബി അവൈലബിൾ ഫോർ ക്ലെയിം എക്സാക്ട്ലി 1 week ലേറ്റർ ഓൺ ജൂലൈ 25th. എന്ന് വെച്ചാൽ ജൂലൈ 25 നമുക്ക് നമ്മളുടെ NFTs ക്ലെയിം ചെയ്യാൻ പറ്റുക. നമ്മളുടെ ഡാഷ്ബോർഡിൽ വരും, അവിടെ നമ്മൾ ക്ലെയിം അടിക്കണം. നിങ്ങൾക്ക് തരാൻ പോകുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ 10% ഓഫ് പിക്സ്വൈ ആണെന്ന് വെച്ചാൽ പിക്സ്വൈയുടെ മൊത്തം സപ്ലൈ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 ബില്യൺ ടോക്കൺ ആണെന്ന് വെച്ചാൽ 5 ബില്യൺ ടോക്കണാണ് പിക്സ്വൈ ടോക്കണിൻ്റെ എണ്ണം മാക്സിമം. 5 ബില്യൺ ടോക്കണിൻ്റെ 10% നമുക്ക് നിലവിൽ എയർ ഡ്രോപ്പായിട്ട് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് 5 ബില്യൻ്റെ 10% എന്ന് പറയുമ്പോൾ 500 മില്യൺ പിക്സ്വൈ ടോക്കണാണ് നമുക്ക് ഇവർ എയർ ഡ്രോപ്പായിട്ട് തരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് എത്രയാണ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പിക്സൽ വേഴ്സിലുള്ള പ്രൈസ്, ഒരു പിക്സൽ വേഴ്സ് ടോക്കൺ അല്ലെങ്കിൽ പിക്സ്വൈ ടോക്കൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ $0.03 ഓക്കെ, അപ്പോൾ 500 മില്യൺ ഇൻറ്റു 0.03 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ $15 മില്യൺ. അപ്പോൾ മുഴുവനായിട്ടും ഇവർ എയർ ഡ്രോപ്പ് നമ്മൾക്കിപ്പോൾ തരാൻ വിചാരിക്കുന്നത് $15 മില്യൺ. ഓക്കെ, അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെന്ന് വിചാരിക്കേണ്ട, എമൗണ്ട് വലുത് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പ്രൈസിനനുസരിച്ച് ഇനി അത് പ്രൈസ് മേലേക്കും താഴേക്കൊക്കെ പോകാം. നിങ്ങൾ എപ്പോഴാണോ വീഡിയോ കാണുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ബൈബിറ്റിലൊക്കെ പോയിട്ട് പിക്സ്വൈ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടോക്കൺ അപ്പോൾ എത്രയാണ് റേറ്റ് എന്ന് കാണാം. ഞാൻ ഇപ്പോഴത്തെ റേറ്റിനനുസരിച്ചാണ് ഈ ഒരു കാൽക്കുലേഷൻ പറയുന്നത്. അതിന് തൊട്ട് താഴെയുള്ള പോയിന്റ് നോക്കുകയാണെങ്കിൽ റെയർ, എപ്പിക്, ലെജൻഡറി ഈ 3 NFTകൾ ഉള്ളവർക്ക് മാത്രമേ ഇപ്പോൾ എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. ഓൺ ദ ഡേ ഓഫ് TGE ജൂലൈ 18, അതായത് ഇന്ന് നമുക്ക് നമ്മളുടെ ടോക്കൺ അലോക്കേഷൻ എത്രയാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എത്ര പിക്സ്വൈ ടോക്കൺ അലോക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇന്ന്, അതായത് ജൂലൈ 18 ചെക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതുവരെ ചെക്ക് ചെയ്യാനുള്ള ഒരു പേജും അവൈലബിൾ ആയിട്ടില്ല.
ഇനി അവൈലബിൾ ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ അക്കൗണ്ടിന് എത്ര പിക്സൽവേഴ്സ് ടോക്കൺ ആണ് അലോക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ബോട്ട്സിനെ യൂസ് ചെയ്യുന്നവരും മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് യൂസ് ചെയ്തവരെയും റിമൂവ് ചെയ്യും. ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത് റിയൽ പീപ്പിളിന് മാത്രം, കറക്റ്റായിട്ട് മൈൻ ചെയ്തവർക്ക് മാത്രമാണ് എന്ന കാര്യം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു 20%, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 10%, അതായത് 5 ബില്യൺ ടോക്കണിൻ്റെ 10% ആണ് നമുക്കിപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞത്. ഒരു 20% എക്സ്ട്രാ കൂടി ഇവർ തരും. നമുക്കിവിടെ കാണാൻ പറ്റും 10% അല്ലാതെ ഒരു 20% കൂടെ അവർ ആഡ് ചെയ്യും. എന്ന് വെച്ചാൽ ടോട്ടൽ 30% അവർ എയർ ഡ്രോപ്പായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കൊടുക്കുന്നത് ആർക്കാണ്? യൂസേഴ്സ് ഓഫ് പിക്സൽ ചെയിൻ. ഇവർ ഇന്നലെയാണ് ഇവരുടെ സ്വന്തം ചെയിനായ പിക്സൽ ചെയിൻ റിലീസ് ചെയ്തത്. അപ്പോൾ പിക്സൽ ചെയിൻ യൂസ് ചെയ്യുന്നവർക്കാണ് ബാക്കിയുള്ള 20% കൊടുക്കുന്നത്. നിലവിൽ നമുക്ക് ആ ബാക്കിയുള്ള 20% ഇല്ല, നമുക്ക് 10% മാത്രമേ ഉള്ളൂ. നമ്മളിനി ഫ്യൂച്ചറിൽ പിക്സൽ ചെയിൻ്റെ യൂസറായി മാറുകയാണ്, അവിടുത്തെ കുറച്ച് ടാസ്കുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു 20% കൂടെ അവർ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു പിക്സ് വൈ ടോക്കൺ കൂടെ കിട്ടും. ഗ്യാസ് ഫീ വേണ്ട, നോ ഫീസ് ആണ്. ടുഡേ യു വിൽ റിസീവ് യുവർ പിക്സ് വൈ ടോക്കൺസ് വിത്ത് ഗ്യാസ്ലെസ് മെക്കാനിസം. നോ ഫീസ്, ഒറ്റ ഫീ പോലും വേണ്ട. നമ്മൾ ഗ്യാസ് ഫീ പേ ചെയ്യേണ്ട. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഗ്യാസ് ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം. നമുക്ക് ഓൾറെഡി പിക്സൽവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ടെലഗ്രാമിൽ പറഞ്ഞത് നമുക്ക് ഗ്യാസ് ഫീ വേണ്ട. ഇൻസ്റ്റാഗ്രാമിൽ പലരും പലതും പറയും, അത് കേട്ട് നിങ്ങൾ ഗ്യാസ് ഫീ എടുത്ത് പൈസ കളയേണ്ട എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗ്യാസ് ഫീ വേണ്ട എന്ന കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കാം. ഹൗവർ ഇഫ് എ യൂസർ ഡിസൈഡഡ് ടു വിഡ്രോ ദെയർ എയർ ഡ്രോപ്പ് ഓൺ ഡേ 1 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ എയർ ഡ്രോപ്പ് കിട്ടി, നിങ്ങൾ ക്ലെയിം ചെയ്തു. അപ്പോൾ ഇവരുടെ സ്റ്റേക്കിംഗ് സിസ്റ്റത്തിലേക്കാണ് പോവുക. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു? വാലറ്റിലേക്ക് എടുത്തു. സെല്ല് ചെയ്യാമെന്ന് വിചാരിക്കണം. അന്ന് തന്നെ കിട്ടുന്ന അന്ന് തന്നെ നമുക്ക് സെല്ല് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നത് 10% മാത്രമാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കിട്ടിയത് 100 ടോക്കണാണെന്ന് വെക്കുക. നിങ്ങൾക്ക് 100 പിക്സ് വൈ ടോക്കണാണ് പിക്സൽവേഴ്സിൽ നിന്ന് കിട്ടിയെന്ന് വെക്കുക. നിങ്ങൾക്ക് അതിൻ്റെ 10% മാത്രമേ നിങ്ങൾ ഈ ഒരു സ്റ്റേക്കിംഗ് കഴിയുന്നതിന് മുന്നേ സെല്ല് ചെയ്യുകയാണെങ്കിൽ കിട്ടൂ. ബാക്കിയുള്ള 90% എന്താവും? റീസൈക്കിൾ ഇൻറ്റു പിക്സ് വൈ കമ്മ്യൂണിറ്റി ഇൻസെൻറ്റീവ്സ് പൂൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കത് കിട്ടില്ല എന്നർത്ഥം. അത് വേറെ കമ്മ്യൂണിറ്റി ഇൻസെൻറ്റീവ് ഫണ്ടിലേക്ക് പോകും. നിങ്ങൾക്ക് കിട്ടുന്ന പിക്സ് വൈ ടോക്കണിൻ്റെ 100% വേണമെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇവരുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ സ്റ്റേക്ക് ചെയ്യണം. സ്റ്റേക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ടോക്കൺസും കിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? ദിസ് അപ്രോച്ച് ഡിസ്കറേജസ് ഷോർട്ട് ടേം ബിഹേവിയർ ആൻഡ് മിനിമൈസസ് സെല്ലിംഗ് പ്രഷർ. ഞാൻ ഇന്നലെ ടെലഗ്രാം ചാറ്റിൽ പറഞ്ഞിരുന്നു, തീർച്ചയായിട്ടും സെല്ലിംഗ് പ്രഷർ വളരെ കുറവായിരിക്കും എന്നുള്ള കാര്യം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിരുന്നു വോയിസ് മെസ്സേജ് ആയിട്ട്. അതിൻ്റെ കാരണം ഇന്നലെ നമുക്ക് ഇവർ തന്നെ പറഞ്ഞിരുന്നു സെല്ലിംഗ് പ്രഷർ കുറയ്ക്കാനുള്ള സ്ട്രാറ്റജീസ് ഇവർ കൊണ്ടുവരും എന്നുള്ളത്. ഇത് വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം സെല്ല് ചെയ്ത് വെറുതെ ആ ടോക്കണിൻ്റെ പ്രൈസ് താഴേക്ക് ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത്. പലർക്കും ഇത് വളരെ മോശമായിട്ട് തോന്നാം, എങ്കിൽ ഇതൊരു നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ടോക്കണിൻ്റെ പ്രൈസ് സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ ഈ ഒരു കാര്യം വളരെ നല്ലതാണ്. എന്ന് വെച്ചാൽ 100 പിക്സ് വൈ ടോക്കൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 10% 10 ടോക്കൺ മാത്രമേ ഫസ്റ്റ് ദിവസം സെല്ല് ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ള 90% പിന്നെ എടുക്കാമെന്ന് വിചാരിക്കരുത്. 10% എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ള 90% നിങ്ങളുടെ കയ്യിൽ നിന്നും പോയി, പിന്നെ നിങ്ങൾക്കത് കിട്ടില്ല. പെട്ടെന്ന് സെല്ല് ചെയ്യണം എന്നുള്ളവർക്ക് ഇതൊരു വൃത്തികെട്ട കണ്ടീഷനാണ്. പക്ഷേ ക്ഷമയുള്ളവർക്കും അതുപോലെ തന്നെ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ സ്റ്റേക്ക് ചെയ്യാം എന്നൊക്കെ താല്പര്യമുള്ളവർക്കും തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓഫർ തന്നെയാണ്. കാരണം ഞാൻ ഇതുപോലെ നോട്ട് കോയിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതുപോലെ തന്നെ ഒരു സ്റ്റേക്കിംഗ് പരിപാടി നമ്മുടെ നോട്ട് കോയിൻ റിലീസായപ്പോഴും ഉണ്ടായിരുന്നു. അതും സെല്ലിംഗ് പ്രഷർ കുറയ്ക്കാൻ തന്നെയാണ്. നോട്ട് കോയിനിൽ സ്റ്റേക്ക് ചെയ്തവർക്ക് ലോട്ടറി അടിച്ച പോലെ ആയിരുന്നു. കാരണം സ്റ്റേക്കിംഗ് പീരീഡ് ഇപ്പോൾ 30 ദിവസത്തിനാണ് സ്റ്റേക്ക് ചെയ്യാൻ പറഞ്ഞെങ്കിൽ 30 ദിവസം ലോക്കായിരിക്കും, നമുക്ക് എടുക്കാൻ പറ്റില്ല. ആ ലോക്ക് തീർന്നപ്പോഴേക്കും നമ്മുടെ ടോക്കൺ ലിസ്റ്റായ പ്രൈസ് ഇപ്പോൾ 0.03 പിക്സൽവേഴ്സ് ലിസ്റ്റ് ആയിരിക്കുന്നത്. ലിസ്റ്റ് ആയതിനു ശേഷം ഒരു ഡബിൾ പ്രൈസിലേക്ക് ഈ ഒരു മാർക്കറ്റ് കൂടി. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യാതെ വെച്ചുകൊണ്ട് നമുക്ക് ഗുണമായിട്ടുള്ളൂ ഹോൾഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഗുണമാവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ അറിയാം. തീർച്ചയായിട്ടും ഗുണമാവാനാണ് പോകുന്നത്. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. ടെലഗ്രാമിൻ്റെ തന്നെ ബ്ലോക്ക് ചെയിനാണ് ടോൺ. ടെലഗ്രാം ഓപ്പൺ നെറ്റ്വർക്ക് എന്ന് പറയുന്നതാണ് ഈ ടോൺ. അപ്പോൾ ടോണുമായിട്ട് അവർക്ക് നല്ല ഒരു ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ Web3 ഗെയിമിംഗ്, അതുപോലെ തന്നെ കണ്ടന്റ് സ്റ്റുഡിയോ എല്ലാം തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്ന പിക്സൽ ചെയിനാണ്. അപ്പോൾ വളരെ നല്ലൊരു യൂസ് കേസ് ആണ് പിക്സൽ ചെയിൻ വന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഈ ഒരു പിക്സൽ ചെയിൻ എന്ന് പറയുന്ന ചെയിൻ ഇവർ റിലീസ് ചെയ്തത്. പിക്സൽ ടാപ്പിൻ്റെ തന്നെ പിക്സൽവേഴ്സിൻ്റെ തന്നെ സ്വന്തം ചെയിനാണ്. അപ്പോൾ ഈ ചെയിൻ ഭാവിയിൽ നല്ല രീതിക്ക് യൂസ് കേസ് വരും. യൂസ് കേസ് കൂടുന്നതോറും എന്ത് ചെയ്യും? ആ കോയിൻ്റെ പ്രൈസ് കൂടും. ഇപ്പോൾ 0.03 ആണെങ്കിൽ അത് ഏകദേശം നല്ല രീതിക്ക് തന്നെ കൂടും. എത്ര കൂടുന്നൊന്നും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നല്ല രീതിക്ക് കൂടും എന്ന കാര്യം ഉറപ്പാണ്. ഇങ്ങനത്തെ Web3 ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ തന്നെ പിക്സൽ ചെയിനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആസ് ടൈം ഗോസ് ഓൺ എന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ യൂസേഴ്സ് വിൽ ബി ഏബിൾ ടു ഏൺ റിമൈനിങ് 90% ഓഫ് എയർ ഡ്രോപ്പ് ബൈ കണ്ടിന്യൂയിങ് ടു പ്ലേ വിത്തിൻ Pixel Tab and other Pixelverse multiverse product and by performing certain actions on Pixel Chain. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. യൂസേഴ്സിന് ബാക്കി നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഇത്രയും മൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ 100% എയർ ഡ്രോപ്പ് കിട്ടിയത്. അതിൻ്റെ 90% വീണ്ടും നമുക്ക് തരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പിന്നെയും ഇവരുടെ പിക്സൽ ടാപ്പ് കളിക്കണം. അതുപോലെ തന്നെ പിക്സൽ വേഴ്സിൻ്റെ മൾട്ടിവേഴ്സ് പ്രൊഡക്ട്സിലുള്ള ടാസ്കുകൾ ചെയ്യണം. അതുപോലെ സർട്ടൈൻ ആക്ഷൻസ് ഓൺ പിക്സൽ ചെയിൻ. പിക്സൽ ചെയിൻ നമുക്ക് ആക്സസിബിൾ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിലും കുറച്ച് ടാസ്കുകൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ബാക്കിയുള്ള 90% അൺലോക്ക് ആവുക. ഇതിലൊരു നല്ല കാര്യമുണ്ട്. നമുക്ക് പിക്സൽ ചെയിൻ യൂസ് ചെയ്യാൻ കിട്ടുമ്പോൾ ബാക്കി നമ്മൾ മേലെ പറഞ്ഞ ഈ ഒരു 20% പിക്സ് വൈക്ക് കൂടി നമ്മൾ എലിജിബിൾ ആവുകയാണ് പിക്സൽ ചെയിനിലെ ടാസ്കുകളും കൂടെ ചെയ്യുമ്പോൾ. അപ്പോൾ ടോട്ടലി നമ്മൾ 30% എയർ ഡ്രോപ്പിന് എലിജിബിൾ ആവും എന്നർത്ഥം. ഇപ്പോൾ നമുക്ക് കിട്ടിയത് 10% ആണെങ്കിൽ എക്സ്ട്രാ ആ 10%ൻ്റെ മുകളിൽ ഒരു 20% കൂടെ നമുക്ക് ഇവരുടെ പിക്സൽ ചെയിനിലെ ടാസ്കുകൾ ചെയ്താൽ കിട്ടും. അതിന് എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ തീരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ പിക്സൽ ടാപ്പ് അധിക കാലം ഉണ്ടായിരുന്നില്ല. ഒരു മാസമാണ് കൃത്യമായിട്ട് ഉണ്ടായത്. ഒരു മാസം മൈൻ കഴിഞ്ഞപ്പോൾ തന്നെ ലിസ്റ്റ് ആവുകയും ചെയ്തു.
ഓക്കെ, അപ്പോൾ ഈ ഒരു ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്കിപ്പോൾ ഏൺ ചെയ്യുന്ന 90% അല്ലെങ്കിൽ 100% നമുക്ക് വാലറ്റിലേക്ക് എടുത്ത് സെല്ല് ചെയ്യാൻ പറ്റുക. ഒറ്റയടിക്ക് നമുക്ക് മുഴുവൻ സെല്ല് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രഷർ ആവും. സെല്ലിംഗ് പ്രഷർ വന്നാൽ ടോക്കണിൻ്റെ പ്രൈസ് കുറയും. അതൊരിക്കലും ഇവർ അങ്ങനെ ചെയ്യില്ല, സെല്ലിംഗ് പ്രഷർ കൂട്ടാൻ നോക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഒരിക്കലും സെല്ല് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക, ഈ ഒരു പിക്സൽ ചെയിനിലും കൂടി പങ്കെടുക്കുക, എന്നിട്ട് അതിൻ്റെ എയർ ഡ്രോപ്പ് എടുക്കാൻ നോക്കുക. വിഡ്രോ അടിക്കുമ്പോൾ പോവുക ഇവരുടെ സ്റ്റേക്കിങ്ങിലേക്കാണ്, ഒരിക്കലും നമുക്ക് ഡയറക്റ്റ്ലി അപ്പോൾ വാലറ്റിലേക്ക് വരില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നമ്മൾ കിട്ടിയ അന്ന് തന്നെ നമ്മൾ വേണമെങ്കിൽ സെല്ല് ചെയ്യാം. അങ്ങനെ സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പിക്സ് വൈ എമൗണ്ടിൻ്റെ 10% മാത്രമേ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 90% നിങ്ങളുടെ കയ്യിൽ നിന്നും പോകും. പിന്നീട് അത് എടുക്കാനേ പറ്റില്ല. ഓക്കെ, 10% ഇപ്പോൾ, പിന്നീട് 90% പിന്നെ എന്നല്ല, 10% ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റ് ചെയ്തത് എല്ലാം നല്ല കാര്യങ്ങളല്ല, എല്ലാം മോശം കാര്യങ്ങളുമല്ല. സെല്ലിംഗ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി കുറേ സ്ട്രാറ്റജീസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്, വളരെ വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്റ്റേക്കിംഗ് പരിപാടിയും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നോളജ് ഇല്ലാത്തവർ, എന്താണ് സ്റ്റേക്കിംഗ്, എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നൊന്നും അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആൾക്കാർക്ക് തീർച്ചയായിട്ടും വളരെ നെഗറ്റീവായിട്ട് ഇവർ സ്കാം ആണ് എന്ന് വരെ പറച്ചിൽ നിന്ന് തുടങ്ങാൻ സാധ്യതയുണ്ട്. ഇവരെല്ലാം സ്കാമാണ്, ബൈബിറ്റിൽ വരെ ലിസ്റ്റ് ആയ ഒരു കോയിനാണ്. അപ്പോൾ ഒരിക്കലും സ്കാം എന്ന് പറയാൻ പറ്റില്ല. വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ് ബൈബിറ്റ്. അപ്പോൾ ബൈബിറ്റിൽ വരെ ലിസ്റ്റ് ആയ കോയിനാണ്. ഒരിക്കലും ഒരു പൊട്ട പ്രൊജക്റ്റ് ആണെങ്കിൽ ബൈബിറ്റിൽ ലിസ്റ്റിംഗ് ആക്കില്ല. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല കമ്മ്യൂണിറ്റി ഉള്ള പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് പിക്സൽവേഴ്സ് നമ്മളുടെ ബൈബിറ്റിലൊക്കെ വന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നല്ല ഗ്രോത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവും. കാരണം ഗെയിമിംഗ് നറേറ്റീവാണ്, ഗെയിമിംഗ് ചെയിനാണ്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് ഫ്യൂച്ചറിൽ എത്രത്തോളം വളരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗെയിമിംഗ് വളരും തോറും നമുക്ക് ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസും കൂടുന്നത് കാണാം. ഈ പിക്സൽ ചെയിനിൽ ടാസ്കുകൾ ചെയ്യണമെങ്കിൽ ഗ്യാസ് ഫീ വേണം, അങ്ങനത്തെ ഫീ വേണം, ഇങ്ങനത്തെ ഫീ വേണം എന്നൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നെഗറ്റീവായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് സ്കാം എന്നൊന്നും പറയാതെ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഞാൻ എന്നും പറയുന്നതാണ്, എയർ ഡ്രോപ്പ് ഫാമിംഗ് എന്ന് പറയുന്നത് ക്ഷമയുള്ളവർക്കുള്ള പരിപാടിയാണ്. ഇന്ന് മൈൻ ചെയ്ത് അടുത്ത മാസം ക്യാഷ് അക്കൗണ്ടിലേക്ക് വരിക എന്നൊരു പരിപാടി ഒരിക്കലും ഈ ഒരു എയർ ഡ്രോപ്പ് ഫാമിംഗിൽ നടക്കില്ല എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു വീഡിയോ ചെയ്തത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കൃത്യസമയത്ത് കറക്റ്റായിട്ട് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുക. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത എല്ലാവരും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താലായിരിക്കും എല്ലാ ന്യൂസും കൃത്യമായിട്ട് ഫസ്റ്റ് തന്നെ അറിയാൻ പറ്റുക. പിന്നീട് നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ടാണ് കൃത്യസമയത്ത് അറിയണമെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.